എന്നിട്ട് മക്കളെ പരിപാടി ഗുരുദ്വാരയിലാട്ടം നല്ല കിടന്നത് കണ്ടില്ലേ? ഗുരുദ്വാര കടപ്പം ഗുരുദ്വാരയാ, പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയതാന്ന് പറഞ്ഞേ. ഇവരാദ്യം പറഞ്ഞത് ഈ മരം മാത്രം ഉണ്ടായിരുന്നുള്ള അവിടെയാണ് പറഞ്ഞേ. അങ്ങനെ ഇന്നലെ രാത്രി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ നോക്കുക. ഇപ്പോൾ ലുധിയാനയ്ക്ക് ഒരു 20 കിലോമീറ്റർ 24 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പിടിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇന്നലെ ഇവർ ടെൻ്റ് അടിക്കാൻ നേരത്തായിരുന്നു കൊതു കടിച്ച് മരിച്ചു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇവരേക്ക്. ഉപ്പാടളകിൻ്റെ കൊതു കടിച്ചിട്ട്. സൈക്കിളൊക്കെ അവിടെ സെറ്റാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പണിതിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുതിയതാന്ന് പറഞ്ഞേ. വേണ്ട നല്ല വലിയ ഗുരുദ്വാരയെ കാണാനൊക്കെ അടിപൊളി. അതിൻ്റെ ഉള്ളിലൊക്കെ ജാതി രസമാണ്. ഞാൻ പിന്നെ ഉള്ളിലേക്കൊന്നും കയറാവുന്നില്ല. ഈ മരത്തിൻ്റെയാണ് അയാൾ നല്ല പറഞ്ഞു കിടന്നത് നമ്മളോട്. ഉണ്ടല്ലേ ഉള്ളിലൊക്കെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട്. ഞാൻ ഉള്ളിലേക്ക് കയറണമെന്നില്ല. ഉണ്ട് ഈ മരം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേ. ഈ മരമാണ് മെയിൻ എന്ന് പറഞ്ഞതിൻ്റെ. ഉണ്ടോ എന്തിട്ട സംഭവം എന്നുള്ളത് ഇന്നലെ മറ്റേ ആൾ പറഞ്ഞതിൽ കണ്ടില്ലേ തന്നെ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് മെല്ലെ ഇവിടുന്ന് പോകാനുള്ള പരിപാടി നോക്കാം. കാര്യങ്ങളൊക്കെ സെറ്റാണ്. സൈക്കിൾ പഞ്ചറില്ലല്ലേ? ഇന്ന് രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചറാണ് ആദ്യം ഉണ്ടാവുക. തേങ്ങ അതാണ് ഏറ്റവും വലിയ പ്രശ്നം, പഞ്ചറില്ല. അപ്പോൾ നമുക്ക് ലുധിയാനയ്ക്കുള്ള യാത്ര പോവാം. ഓക്കെ, അപ്പം ശരി. അങ്ങനെ നേരെ ഇവിടെ എത്തിയപ്പോൾ വിചാരിച്ചു റൂം എടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈറ്റ് ഉറങ്ങിയിട്ടില്ലല്ലോ മര്യാദയ്ക്ക്. 2 സൈറ്റ് ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് ഈ പറഞ്ഞ പോലെ കൊതു അടിച്ചിട്ട് ഗുരുദ്വാരയിൽ കിടന്നിട്ട് വാങ്ങിച്ചിട്ട് ഉപ്പാടല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അതിന് വേണ്ടി സാഞ്ച മറ്റേ കള്ളു കുടിച്ചിട്ടുള്ളവരുടെ ടെൻ്റ് നാട്ടിൽ വീഡിയോ എടുക്കൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു റൂം എടുക്കാമെന്ന്. വയ്യ എന്തായാലും. പിന്നെ ഡെക്കാത്തലോണിലേക്ക് പോകണം. ഡെക്കാത്തലോണിലേക്ക് പോകാൻ കഴിഞ്ഞാൽ എന്തായാലും ഡെക്കാത്തലോൺ 11 മണിക്ക് തുറക്കുള്ളൂ. ഇപ്പോൾ സമയം 8 മണിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ റൂം വന്ന് ചോദിച്ചോർത്ത് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആരെ വിളിക്കണ്ടല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഡെക്കാത്തലോണിലേക്ക് പോയിട്ട് വരാം. ഓക്കേ. അങ്ങനെ ലുധിയാന ഡെക്കാത്തലോണിൽ വന്നു ഞാൻ. അങ്ങനെ വന്നിട്ട് ഞാൻ അവരോട് ടെൻറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞു. അപ്പോൾ ടെൻറ്റ് ഒരു മാറ്റി തരാമെന്ന് പറഞ്ഞു. മാറ്റി തരാമെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും 2 ആളുടെ ടെൻറ്റ് കൊണ്ട് നടക്കണില്ല. എന്തായാലും ഞാനും അമ്മണിക്കുട്ടിയും മുമ്പുള്ള അത് 2 ആളുടെ ടെൻറ്റ് പണി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പുതിയ ടെൻറ്റ് 3% എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെള്ള കളറിലുള്ളൊരു ടെൻറ്റ് ഉണ്ട്, അതെടുക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെള്ള കളറുള്ള ടെൻറ്റ് ഇതാ കാണിച്ചു തരാം കേട്ടോ. ഈ ടെൻറ്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത്. ഈ ടെൻറ്റാണ് ഇപ്പോൾ എടുത്തുള്ളത്. ഇത് 3% ആണ്. ഇത് 3% ആണ്. നല്ല പിടപ്പുണ്ട് കേട്ടോ. അത് ഉച്ചയ്ക്കായാലും വെളിച്ചൊന്നും ഉള്ളിൽ കിടക്കില്ല. അങ്ങനത്തെ ടൈപ്പാണ്. നല്ല കോട്ടിങ് കൂടുതലുള്ള അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരെ അതെടുക്കാൻ വിചാരിച്ചു. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 സംതിങ് കൊണ്ട് കൂടുതലായിന്. അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്നത് ഈ 2590 ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ വലിയ മോഡൽ എടുത്തു. ഇത് 2% ഇതിൻ്റെ വലുത് 5990 വരെ. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 3000 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്പോൺസറായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ അമ്മണിക്കുട്ടീനെ കിട്ടി. അമ്മണിക്കുട്ടി 3000 ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ നേരെ അത് വാങ്ങിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചു, സെറ്റായി. പിന്നെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് പോയിൻ്റെ അവിടെ നിന്ന് അത് വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ താങ്ക് യു ഭയ്യ. ഓക്കെ. അങ്ങനെ ടെൻ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം. നോക്കാം ഇനി ടെൻ്റ് എടുത്തിട്ട് ഒന്ന് ഗേറ്റ് വയ്ക്കാൻ നോക്കട്ടെ. അങ്ങനെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റായി പുതിയത്. അപ്പോൾ ശരി കേട്ടോ, ഫോട്ടോ അവിടെ നിന്ന്. ബൈ താങ്ക് യു ബൈ. അപ്പോൾ ഓക്കെ ബൈ. ഓക്കെ ബൈ. അപ്പോൾ ശരി കേട്ടോ. ഇവിടെ ആയിട്ട് എല്ലാവരുമായിട്ട് നല്ല കമ്പനി പോകാൻ നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഡെക്കാത്തലോണിൽ പോയിട്ട് നേരെ റൂമിലേക്ക് എത്തി. അങ്ങനെ റൂമിലേക്ക് എത്തിയപ്പോൾ ഞാൻ പിന്നെ എന്ത് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങാൻ വിചാരിച്ചു. റൂമൊക്കെ ഉള്ളതല്ലേ, കുറച്ച് ചിക്കനും മറ്റേ എന്നിട്ട് റൈസാ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ. ബസുമതി റൈസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഇവിടെ മസാല പരട്ടി വെച്ചിട്ടുണ്ട്. ചോറ് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റാണ്. ഇത് മൊത്തം സാധനങ്ങളാണ്. കയ്യിൽ കാണാനില്ല. അപ്പോൾ കയ്യിന് വേണ്ടി തരുന്നതാ. ലാസ്റ്റ് നമുക്കൊരു കത്തി കിട്ടി. ഇപ്പോൾ കത്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ പിന്നെ എനിക്ക് ജന്മന ഉണ്ടാക്കാറിയണ പിന്നെ കുഴപ്പമില്ല. എന്താ ചെയ്യാല്ലേ. ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളെ കണ്ട. ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളെവിടെ? ഹലോ ഫുഡ് ഉണ്ടാക്കി തരുന്ന ആള്. അല്ല ഫുഡ് ഉണ്ടാക്കണമല്ല, ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു തരുന്ന ആളാണ്. കണ്ട ഉറക്കം. കുക്കർ വിസിലടിച്ചു വന്ന്. അത് വിസിലല്ല. അങ്ങനെ ഇതെന്താ പറഞ്ഞ നേരം കുത്തിയേക്കണഞ്ഞി? അല്ല കുത്തിയേക്കില്ല. എന്താ പറഞ്ഞ നേരം വെക്കണം പാത്രം? 15 മിനിറ്റ് ആകുമ്പോൾ പറയട്ടാ. 1 മണി. അപ്പോൾ 1:56.
ഔ കണ്ണില് മറ്റേ സാധനം എടുത്ത് തുറച്ചു തോണ്ടിട്ട് ആ കണ്ണരിയുണ്ട്. നീ ഇവിടെ ഇരിക്കേ, ഞങ്ങള് ഫുഡിങ്ങിലാണ്. ഹലോ മാഡം. ആ മാഡം ഫുഡ് കഴിച്ചാ? എന്നിട്ട് കഴിച്ചേ? മാഡം ബസുമതി റൈസ് ചാരിട്ടേ കിടക്കണേ. മനസ്സിലായ? ബസുമതി റൈസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫോണ് ചാരി വെച്ചുള്ളതെന്ന്. ഒന്നും അറിയില്ല. അങ്ങനെ അവളവിടെ ഇരിക്കട്ടെ. നമുക്കേ ചിക്കൻ കറി കണ്ട, പെടപ്പൻ ചിക്കൻ കറി അല്ല, ചിക്കൻ വറക്കണല്ലോ. ഒരു സാധനവും ഇല്ല കയ്യിൽ. കണ്ട ചിക്കനിലേക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി ഉണ്ട്. അതൊക്കെ വയ്യ ഇപ്പോൾ സമയത്ത് 2 മണിയാ പറയില്ലേ. മുളക് പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, ഉപ്പുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നത് പഞ്ചസാരയാ. അങ്ങനെ അപ്പോൾ ഇത് വറക്കാന്ന് പറഞ്ഞാൽ ചായ ഗ്ലാസ്സിൽ ഉണ്ടാക്കണേ. എന്താ ഒന്ന് കാണാം. അടി പിടിക്കണോ? അടി പിടിക്കൂ. ഇത് ചായ ഉണ്ടാക്കണ പാത്രത്തിൽ ഉണ്ടാക്കിയ കുറച്ച് വേവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കണ്ട മസാല കണ്ട, അല്ല മസാല അല്ല, API ഫിസിലാണ് വിളിച്ചിട്ടുണ്ടെന്നുള്ളവര്. കുപ്പിയിലാന്ന്. അപ്പം ഞാൻ ഒരു API ഫിസ് വാങ്ങിച്ച് കുടിച്ചോണ്ട് അതിൽ ചോദിച്ചോന്ന് പറഞ്ഞു. API ഫിസ് അതിൽ കുപ്പിയിലാന്ന്. അപ്പം ഞാൻ പറഞ്ഞതിൽ ചോദിച്ചോന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാലേ ഞാനത് കുറച്ച് നേരം വെക്കട്ടെ. ഞാൻ പിന്നെ ഇതാവുമ്പോൾ വരാം. ശരി, ഓക്കെ ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് ചോറുണ്ടാക്കി, ഒരു സ്റ്റെപ്പ് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു. റൂമിൽ മൊത്തം പുകയാണ് ഗായ്സ്. ഇവിടെ അടിയെന്നൊക്കെ ആൾക്കാർ വരും. ഇവിടെ ആകെ പുകയാലോ. ചെറുതായിട്ട് ഫേഡാ ഗായ്സ്, അല്ലെങ്കിൽ പണിയാവുന്നതുകൊണ്ട് ചമച്ച് മരിക്കും. നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടാ പിന്നെ എന്തായാലും. അയ്യോ ഇത് ഫാനിൻ്റെ കാറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ തൽക്കാലം ഫാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഉണ്ട്. ചിക്കനൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് കാര്യങ്ങൾ സെറ്റാണ്. നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ കുക്കർ മെയിൻ ആളോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹായ്. ഇനി കയ്യായിട്ട് വരാം. ഇവിടെ നല്ല മണായിൻ്റെ. ഇതിൻ്റെ ഓണർ ഇനി കയറി വരുമോ നോക്കേണ്ടി വരും മണം കേട്ടിട്ട്. എന്താ ചെയ്യാല്ല ഗായ്സ്. അങ്ങനെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ചിക്കൻ്റെ പീസ് കഴിക്കാത്ത ഈ പീസ് കരിഞ്ഞ നടന്നു. ആ ചെറിയൊരു ലാസ്റ്റ് ഒരു പീസ് നടന്നില്ലേ? ഏറ്റവും ആദ്യം ഇട്ടത് അത് ഏറ്റവും അവസാനം വരെ വെച്ചിട്ട് കരിഞ്ഞു. ഇനി ഇവിടെ ആയില്ലേ? സമയം നോക്കിയിട്ടില്ലേ? ഉപ്പുണ്ട്. സൂപ്പർ. ഇതൊക്കെ ഞാൻ ഒതുക്കി വെക്കണം. ഇത് മറച്ചിടാറാകുമ്പോൾ പറയട്ടെ. ഇനി ഒക്കെ നീ പറഞ്ഞായിരുന്നു. അല്ല, ഞാനിത് ശരിക്കും ഒതുക്കിയിട്ടതാ. അങ്ങനെ ചിക്കൻ കറിയും ചോറും പൊളി. ചിക്കൻ കറി അല്ല, ചിക്കൻ ഫ്രൈയും ചോറും വീണ്ടും പൊളി. ബസുമതി റൈസ് നോക്കി കാട്ടാളെ പൊളിയായിട്ടില്ല ശരിക്ക്. കണ്ട നമ്മുടെ സൈക്കിളോടെ അടിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. കാണാണ്ട ആരൊക്കെ വന്നിട്ട് നോക്കണ്ട്. എടുത്തോണ്ട് അവിടെ ഇരുന്നാൽ മതി. ഭാഗ്യമുണ്ടെങ്കിൽ കള്ളൻ്റെ പോലെ മോളിക്കൊക്കെ നോക്കണ്ടല്ലോ. നമ്മുടെ ഇതാണ് നോക്കണേ. ഒരാള് അമ്മണിയെ നമ്മുടെ സൈക്കിളിൻ്റെ അവിടെ നിന്നിട്ട് തപ്പിത്തിരിയുണ്ട്. സൈക്കിൾ എടുത്തിട്ട് പോവാണാവോ? ഇവിടുന്ന് കാണാം. ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ശരി. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറും ചിക്കൻ വറുത്തൊക്കെ സെറ്റായി. കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പച്ചക്കറി കട ഒരു സാധനം കിട്ടാനില്ല. ചിക്കൻ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു 5 പ്രാവശ്യം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കട കണ്ടുപിടിച്ചത്.
റൈസ് കണ്ടുപിടിക്കും. കുറച്ച് കഷ്ടപ്പെട്ടു. ബസുമതി റൈസും ചിക്കൻ വറുത്തതും കഴിച്ചോക്കാം. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, സൂപ്പർ സാധനമാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടാ. ജാതി ടേസ്റ്റാ. ചോദിച്ചാ മകളെ. പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കണം. ഇതെന്നെ ഭാര്യ അമ്മണിക്കുട്ടിനെ കൊണ്ട് സമീപിച്ചിട്ട് പറഞ്ഞതിനാണ് ഉണ്ടാക്കി കേട്ടാ. അപ്പൊ നിങ്ങളൊക്കെ പോയിട്ട് ചോറിനിട്ട് വേണ്ടാ, അത് കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം കെടുക്കാൻ, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ പ്രശ്നം അത്. നല്ല ചൂടുണ്ട്. അപ്പോൾ ശരി കേട്ടോ ഗൈസ്, ഞാൻ ചോറിനട്ടെ. ഓക്കേ. വൈകുന്നേരം ആയപ്പോഴേ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇപ്പോൾ ലുധിയാന റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണേ. അങ്ങനെ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ലോട്ടറി, ഐ ലവ് ലോട്ടറി ഷോപ്പുകളുണ്ടത് മൊത്തം. നോക്കിയേ, ₹500 കേരള ആദ്മിയെ ഫുള്ള് ലോട്ടറിയാണ്. കണ്ടില്ലേ, ഫുള്ള് ലോട്ടറി 5 കളിയാണ് ഇവിടെ. ഇവിടെ കണ്ടില്ല, ഇവിടെ ഇങ്ങനത്തെ ഷീറ്റുകൾ മൊത്തം കൂടില്ല. ടാർപ്പായ ഐറ്റംസ് ഇല്ലേ, അത് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മറ്റേ ടെൻറ്റ് ഐറ്റംസ്, അങ്ങനത്തെ ടെൻറ്റ്, മറ്റേ ക്യാമ്പ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ കിട്ടാനുള്ളത്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഷൂസ്, ബാഗുകൾ. ഞാനൊരു ഷീറ്റ് വാങ്ങിച്ചു, മറ്റേ ടെൻറ്റിൻ്റെ അടിയിലിടാനുള്ളത്. അത് ടെൻറ്റ് പറഞ്ഞാൽ തന്നെ കേടായത്. ഇനിയിപ്പോൾ കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. ജീൻസ് പാൻറ്റുകൾ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ സംഭവം ഇരുട്ടായി തുടങ്ങി. ഇനി മെല്ലെ റൂമിൽ എനിക്ക് നോക്കാം. അല്ല പണിയാ. റൂമിൻ്റെ ലൊക്കേഷൻ അവിടെ വെച്ച് ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയില്ല, അവിടെ റേഞ്ച് ഇല്ലാത്ത കാരണം. കുറേ സാധനമുണ്ട് കേട്ടോ. ചേട്ടാ തള്ളി തരണ വേണ്ടല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഗംഭീര തള്ളാന്ന് പറയണത്. അങ്ങനെ റൂമിലേക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ. ഫുഡ് വാങ്ങാണ്ട്, ഫുഡ് പിന്നെ രാത്രി തന്നെ ഇറങ്ങാം. അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടതാ ഫുള്ള് ഡ്രസ്സിന് മാർക്കുണ്ട്. നോക്കി കിടപ്പണം ചുരിദാർക്കുണ്ട്. ₹350 ഇതിൻ്റെ കേട്ടാ. സ്റ്റാർട്ടിങ് ആണെങ്കിൽ ₹350. പെർസെൻറ്റ് കാണാം. ചെരുപ്പുകൾ, ഇതൊന്നുമില്ല, ടീഷർട്ട് സാധനങ്ങൾക്കൊക്കെ 150. നല്ല തിരക്കാട്ടോ അവിടെ. നോക്കി ഗംഭീര തിരക്കാം. അവിടെ തിരക്കുണ്ട് കണ്ടില്ലേ. ഇത് റോഡാണ് റെയിൽവേ സ്റ്റേഷൻ, ലുധിയാന റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണിത്. ഇതൊക്കെ നമ്മൾ ഇവരുടേതായിട്ടുള്ളൊരു മോഡലുകളാണ് കേട്ടോ. നമുക്ക് കേരളത്തിലുള്ളവർക്കൊന്നും ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സുകൾ പിന്നെയും കാണാൻ ഭംഗിയുണ്ട്. അത് കല്യാണ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സുകളൊക്കെ. ഷൂസൊക്കെ നോക്കിയേ. ഇവിടെ ഈ ട്രക്കിംഗ് ബാഗുകൾ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ ടെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കുറേ അവിടെ ഉള്ളിൽ കണ്ടോ. ഈ ഇതിൽ നോക്കി കണ്ടോ, ബാഗുകൾ കാര്യങ്ങളൊക്കെ ഒക്കെ 150, 190, 135, 100 ഫുള്ളി റേറ്റ് ആണല്ലോ. ചെരുപ്പുകൾ, അത് നോക്കിയ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ വലിയ കടകളാണ്. അത് കാരണം കാണുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കാനുള്ള സമയം കിട്ടും. മറ്റേതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ കടകളാവില്ലേ, അങ്ങനത്തെ ഡ്രസ്സുണ്ട്. കണ്ടോ ചെരുപ്പിൻ്റെ അവിടെയൊക്കെ നോക്കി. നമുക്കവിടെ കുറച്ച് നേരം നടന്നിട്ട് എല്ലാം അപ്പുറത്തേക്ക് തന്നെ പോവാം. ഇത് തീരില്ലാണ്ട് നടന്നിട്ട് അത് വെറുതെ ഇരിക്കാൻ വിചാരിച്ചത് പുറത്തേക്ക് ഇറങ്ങിയാൽ നോക്കും. അത് ഗംഭീര മാർക്കറ്റ് പോലത്തെ സംഭവം. ഇത് കുറച്ചധികം ഉണ്ട് ഇവിടെ. ഫുള്ള് വലിയ ഇത് എന്നിട്ട് മറ്റേ ജനറേറ്ററിൻ്റെ സാധനം എന്നിട്ട് സാധനം വന്നിട്ടുള്ളത്.
സാധനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഡ്രസ്സ് കേട്ട് കൊടുക്കുക. ഇതെന്തൊരു ട്രാൻസ്ഫോമറിന് കറണ്ടിന് ഇലക്ട്രിസിറ്റിയാണ് കൊണ്ടിട്ടത്. അറിയില്ല എന്താന്നുള്ളത്. അതിൻ്റെ മുകളിലെ സാധനത്തിൻ്റെ മുകളിലൊക്കെ ഡ്രസ്സ് തൂക്കിയിട്ട് കൊടുക്കണം. നോക്കിയേ, ഒരു സമ്മതിക്കണല്ലേ. നോക്കിയേ, ഈ സാധനം വണ്ടിയോടെ ഓർന്നിട്ടില്ല. അതിൻ്റെ മുകളിലൊക്കെ ഡ്രസ്സ് തൂക്കോട്ട് കൊടുക്കുക. ഫുള്ള് ഡ്രസ്സ് അതിൻ്റെ മുകളിൽ. നോക്കിയേ, കഴിയില്ല കേട്ടോ. അത് കുറച്ചധികം ഉണ്ട് തോണ്ടത്. കണ്ട 350 രൂപ 300 രൂപ അല്ലാത്തതിന് വില കുറവാട്ടാ. സ്യൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണത്തിന് പറ്റിയ സ്യൂട്ടൊക്കെ ഉണ്ട്. ഫുൾ സെറ്റാണ്. റൈഡർക്ക് നാപ്പിക്ക് പറ്റിയ ടൈപ്പ് ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്യൂട്ട് ഫുൾ സാധനങ്ങൾ സെറ്റാണ് അവിടെ. ഫോട്ടോകളൊക്കെ പടപ്പോണോ ഫോട്ടോകളുണ്ട് കേട്ടോ അവിടെ. ഓ, ഇത് ഈ മാർക്കറ്റ് കഴിയില്ല. വേണ്ടത് കണ്ടമാനുണ്ടത്. അൻമോള ഇതാ ജാക്കറ്റുകൾ. നമ്മൾ മറ്റോടത്ത് പോയിട്ട് ജാക്കറ്റുകൾ അന്വേഷിച്ച് നടക്കണം. അവിടെ നോക്കി ഡ്രസ്സുകളൊക്കെ കിടക്കുന്ന ഡ്രസ്സുകളുണ്ട്. ഇത് നോക്കി ജാക്കറ്റുകൾ. നമ്മൾ ഡൽഹി പോയി ജാക്കറ്റ് കിട്ടാണ്ട് നടക്കണം. ഇവിടെ വെറുതെ കുറേ ഇട്ട് കൊടുക്കുക. കുറേ കടകളുണ്ട്. ലുധിയാനയിൽ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാട്ടോ. വേണ്ടവർക്ക് വന്നെടുക്കാം. ആർക്ക് വേണ്ട വരാം. ഇനിയിപ്പോൾ വേണമെങ്കിലും വരാം. ഡ്യൂക്ക മിസ്സിസ് പ്രകാശ് സൺ. ഇവിടെ ഫുള്ളി ഡ്രസ്സ് സാധനങ്ങൾ തന്നെ കാണുള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നും കാണാനില്ല. ഫുഡ് ഐറ്റംസ് ഒന്നും കാണാനില്ല ഇവിടെ. അയ്യോ എൻ്റെ പൊന്നോ, ഇത് അവിടുന്ന് ആ റൈറ്റ്. ഇതൊരു ചാറസ്റ്റ് ചേട്ടാ. 4 കോടി സെൻറ്ററാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കേട്ടാ. ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോകണ്ട. ഒയ്യോ, ഓട്ടോറിക്ഷ കാൽ വെയിറ്റ് എടുത്ത് പോകാം. ഓട്ടോക്കാരൻ അയ്യോ. ആ മക്കളെ, അത് കുറേ ഉണ്ട് കേട്ടോ. ചേട്ടൻ പരിപാടി നിർത്തുക. ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, നേരെ. അയ്യോ, നേരെ പോയി ഗംഭീര ഇറക്കാം. നോക്കി അതിൻ്റെ ഉള്ളിൽ റൈറ്റിൽ ഗംഭീര ഇറക്കാം. നമ്മൾ വീണ്ടും റൂമിലേക്ക് എത്തി. ഓ, റൂമിൽ തന്നെ നടന്നു. പുറത്തേക്ക് പോയിട്ട് വീണ്ടും വന്ന റൂമിൽ കയറി. സാധനങ്ങൾ കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ കാലത്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സൈക്കിളാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്ക് ഷോപ്പ് അടയ്ക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കടലുള്ളിൽ കയറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കയറ്റിക്കുമെന്ന് ഞാൻ കയറ്റിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയൊന്നും പറയണ്ട. നല്ല സാധനങ്ങൾ വലിച്ചു വരെ ഇട്ടിട്ട് നോക്കി എടുത്തേക്കാൻ മടിയാവുക. പോകാനും തോന്നുന്നില്ല ഇവിടുന്ന്. എന്താ ചെയ്യുക. സംഭവം ചെറിയ റൂം വെച്ചാൽ നല്ല സൈഡില്ലേ. ഇന്ത്യയിലൊക്കെ കണ്ടില്ലേ. സിമ്പിളാണ്. അങ്ങനെ അപ്പോൾ ശരി മക്കളെ, നമുക്ക് നാളെ നോക്കാം പരിപാടി. സൈക്കിൾ എടുത്ത് വെച്ചിട്ടൊക്കെ ഞാൻ കിടക്കാൻ നോക്കുക. വന്നിട്ട് 1 മണിയാവുന്ന പറഞ്ഞപ്പോൾ സമയത്ത് 12 മണിയായിട്ടുള്ള 1 മണിക്കൂർ കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കിടന്നു തുടങ്ങാണ്ട് അൾട്രാ വെച്ചിട്ട് എനിക്കാണ് നല്ലത്. അപ്പോൾ ശരി, കാണാം നമുക്ക്. ബൈ.